കൊച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിനി IT പാർക്കുകൾക്ക് സമാനമായ ടെക്നോളജി ഹബ്ബുകൾ വരുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വരുന്ന IT എഞ്ചിനീയർമാരും ടെക്നിക്കൽ വിദഗ്ധരും ഒക്കെ അടങ്ങുന്ന ഒരു ഹബ്ബ്. ഇത് മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഹബ്ബുകൾ നിലനിൽക്കുന്ന ഇടത്തെ ജൂനിയർ എഞ്ചിനീയർമാരും സ്കൂളിലെയും കോളേജിലെയും ഒക്കെ സമയം കഴിഞ്ഞതിന് ശേഷം ടെക്നോളജി ലോകത്തെ പുതിയ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും വരുന്ന വിദ്യാർത്ഥികളും ഒക്കെയുള്ള ഒരു ഹബ്ബ്. ഇങ്ങനെ കേരളം തന്നെ ഒരു ടെക്നിക്കൽ ഹബ്ബായി മാറാൻ പോകുന്നു. കേൾക്കുമ്പോൾ ഒരു സ്വപ്നമായി തോന്നുന്നുണ്ടല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഇത്തരത്തിൽ 1064 ഹബ്ബുകളാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമായി നിലവിൽ വരാൻ പോകുന്നത്. സിലിക്കൺ വാലിക്ക് സമാനമായി കേരളത്തെ ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും ഒക്കെ ആസ്ഥാനമാക്കണമെന്ന് കരുതുന്ന ടാൽറോപ്പാണ് ഇത്തരത്തിൽ കേരളത്തിലെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ആസ്ഥാനത്ത് ഇത്തരം ഹബ്ബുകളുമായി രംഗത്ത് വരുന്നത്. അങ്ങനെ ഈ 1064 ഹബ്ബിലെ ആദ്യത്തെ ഹബ്ബ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം പെരിങ്ങമലയിലാണ് ഈ ഹബ്ബ് ഉള്ളത്. നമ്മൾ ആദ്യമായി ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. വായു, വെള്ളം, ഭക്ഷണം ഇവയൊക്കെയാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ. എന്നാൽ ഇന്ന് അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒന്നായി മാറിയിരിക്കുകയാണ് ടെക്നോളജി എന്ന പേര്. പൂർണ്ണമായും ടെക്നോളജിയാൽ നിയന്ത്രിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നഗരവാസികളാകട്ടെ ഗ്രാമവാസികളാകട്ടെ ഈ ഒരു ലോകത്ത് തയ്യാറായേ തീരൂ. ഇതുതന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ 1064 സ്ഥലങ്ങളിൽ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകൾ ഒരുക്കുന്നതിലൂടെ ടാൽറോപ്പ് ലക്ഷ്യമിടുന്ന അനവധി കാര്യങ്ങളിലൊന്ന്. ഒരു സംരംഭത്തിനായാലും നൂതന ബിസിനസ് ആശയങ്ങൾക്കായാലും ഒക്കെ വളർന്നു വരാൻ ഒരു ഇക്കോസിസ്റ്റം വേണം. അത് ഒരുക്കി കൊടുക്കുക എന്നതാണ് ടാൽറോപ്പിന്റെ ദൗത്യം. ഇത്തരത്തിൽ IT എഡ്യൂക്കേഷൻ, സ്റ്റാർട്ടപ്പ്, ടൂറിസം, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിൽ ഓരോന്നിനും അനുയോജ്യമായ ഇക്കോസിസ്റ്റം നിർമ്മിച്ചെടുക്കുകയാണ് ടാൽറോപ്പ്. ഓരോ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിനാവശ്യമായ വിദ്യാഭ്യാസ മാതൃകകൾ, അവിടെ വളർന്നു വരാൻ സാധ്യതയുള്ള സംരംഭങ്ങൾ, അവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നൂതന ടെക്നോളജി, സൃഷ്ടിക്കാൻ കഴിയുന്ന അനവധി തൊഴിലവസരങ്ങൾ എന്നിവയിൽ ഫോക്കസ് ചെയ്താണ് ഓരോ ഇക്കോസിസ്റ്റവും ഡെവലപ്പ് ചെയ്യുന്നത്. അതുമാത്രമല്ല, പൂർണ്ണമായും കേരളത്തിന്റെ പ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിലുള്ളതായിരിക്കും ഓരോ ഇക്കോസിസ്റ്റവും. ഇത്തരത്തിലൊരു എക്കോസിസ്റ്റം നിർമ്മിച്ചെടുത്താൽ ഏതൊരു സംരംഭത്തിനും അതിൻ്റെ മേഖലകളിൽ തനതായ വളർച്ചയുണ്ടാകും. അങ്ങനെ കേരളത്തെ ടെക്നോളജിയുടെയും സംരംഭത്തിൻ്റെയും ഒക്കെ ഒരു ഹബ്ബായി മാറ്റാൻ നമുക്കാകും. ടാൽറോപ്പ് മുന്നോട്ടേക്ക് വെക്കുന്ന സാമൂഹിക ലക്ഷ്യവും ദൗത്യവും ഒക്കെ അതുതന്നെയാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയാണ് ഇത്തരം ഹബ്ബുകൾ. 941 ഗ്രാമപഞ്ചായത്തുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലുമായി സംസ്ഥാനത്ത് 1064 കേന്ദ്രങ്ങളാണ് ടാൽറോപ്പിന്റെ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകൾ നിലവിൽ വരുന്നത്. അതായത് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഉൾപ്പെടെ ഏറ്റവും നൂതന ടെക്നോളജിയും നൂതന സംരംഭങ്ങളുമെല്ലാം നഗരങ്ങളിലെ പോലെ ഇനി ടാൽറോപ്പിന്റെ 1064 ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകളിലൂടെ കേരളീയ ഗ്രാമങ്ങളുടെ ആത്മാവും തൊട്ടറിയും. ടാൽറോപ്പ് കേരളത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മാറ്റി ഇന്ത്യയെ പ്രൊഡക്ഷൻ ആൻഡ് മാൻ പവർ ഹബ്ബാക്കി ലോകത്തിന് വേണ്ട സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുകയെന്ന ഫോക്കസ് പോയിന്റിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന എക്കോസിസ്റ്റമാണ് IT എക്കോസിസ്റ്റം. ലോകത്തിലെ 193 രാജ്യങ്ങളിലെ IT സർവീസുകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതിലും ആ രാജ്യങ്ങളെ കേരളത്തിന്റെ മാർക്കറ്റായി മാറ്റുന്നതിലും ഉൾപ്പെടെ ടെക്നോളജിയെ നിയന്ത്രിതമായ ലോകത്തെ മുഴുവൻ അവസരങ്ങളെയും നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് IT എക്കോസിസ്റ്റത്തിലൂടെ ടാൽറോപ്പ് ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ നിർമ്മിച്ചെടുത്ത IT എക്കോസിസ്റ്റത്തിനകത്ത് രൂപം കൊണ്ട അനവധി ബിസിനസ്സുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, മാൻ പവർ എന്നിവ ഹബ്ബുകളിലൂടെ സജ്ജമാക്കുന്നു. 193 രാജ്യങ്ങളിലെ IT സർവീസുകൾ കേരളത്തിലേക്ക് എത്തിച്ച് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് UAE-യിലേക്കും ഖത്തറിലേക്കും ഒന്ന് പോയി വരാം. 193 രാജ്യങ്ങളിലേക്കുള്ള ടാൽറോപ്പിന്റെ യാത്ര ആരംഭിച്ചത് UAE-യുടെ മണ്ണിൽ നിന്നാണ്. ടാൽറോപ്പും മീഡിയ വണ്ണും ചേർന്ന് UAE-യിലും പിന്നീട് ഖത്തറിലും ബിസിനസ് കോൺക്ലേവുകൾ സംഘടിപ്പിച്ചു. 2 കോൺക്ലേവുകളിലുമായി 500-ലധികം ബിസിനസ്സുകാരാണ് പങ്കെടുത്തത്. ഈ കോൺക്ലേവുകളിലാണ് ടാൽറോപ്പിന്റെ ബിസിനസ് കണക്ട് പ്രോജക്ട് ലോഞ്ച് ചെയ്തത്. ടെക്നോളജിയുടെ സഹായമില്ലാതെ ബിസിനസിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അക്കൗണ്ടിംഗ്, സെയിൽസ്, മാർക്കറ്റിംഗ് തുടങ്ങി ഒരു ബിസിനസിന്റെ എല്ലാ മേഖലകളിലും ഇന്ന് ടെക്നോളജി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തങ്ങളുടെ ബിസിനസിനെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നത് മാത്രമാണ് ചെറുതും വലുതുമായ ബിസിനസ്സുകാർക്ക് മുന്നിലുള്ള ഏക വഴി. ഈ ഒരു പ്രതിസന്ധിയെ എളുപ്പത്തിൽ തരണം ചെയ്ത് ടെക് ഡ്രിവൺ ബിസിനസ് വേൾഡിലേക്ക് വേഗത്തിൽ കടന്നു ചെല്ലാൻ ബിസിനസ്സുകാരെ പ്രാപ്തരാക്കുന്നതാണ് ടാൽറോപ്പിന്റെ ബിസിനസ് കണക്ട് എന്ന പ്രോജക്ട്.
UAE, ഖത്തർ കോൺക്ലേവുകൾക്ക് സമാനമായി അടുത്ത മാസങ്ങളിൽ മറ്റു രാഷ്ട്രങ്ങളിലും കോൺക്ലേവുകൾ നടക്കും. ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന കോൺക്ലേവുകളിലൂടെ ടാൽറോപ്പുമായി കണക്ട് ആവുന്ന ബിസിനസ്സുകാരുടെ വിവിധ ബിസിനസ്സുകളുടെ IT പ്രോജക്ട് വർക്കുകളാണ് ടാൽറോപ്പിന്റെ കേരളത്തിലെ ഹബ്ബുകളിൽ വെച്ച് നടക്കുക. ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള IT സർവീസുകൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിനാവശ്യമായ വലിയ രീതിയിലുള്ള മാൻപവറും നമ്മളിവിടെ സജ്ജമാക്കേണ്ടതുണ്ട്. പരിശീലനം ലഭിച്ച വിദഗ്ധരായ ആളുകളെ നമ്മൾക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ IT എഞ്ചിനീയർമാർക്കിരുന്ന് ജോലി ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ആവശ്യമുണ്ട്. ഇത്തരത്തിൽ നിരവധി ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സർവീസുകളൊക്കെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ 1064 ഹബ്ബുകളിലൂടെ ടാൽറോപ്പ് ഇവിടെ സജ്ജമാക്കുന്നത്. രാജ്യത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന മഹത്വചനത്തെ ഇന്ന് ലോകം ആവശ്യപ്പെടുന്ന ടെക്നോളജിയുമായി കണക്ട് ചെയ്യുകയാണ് ടാൽറോപ്പിൻ്റെ ഓരോ ഹബ്ബുകൾ. നമുക്കറിയാം, ഓരോ നാടിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ നാടിൻ്റേതായ, ഗ്രാമത്തിൻ്റെതായ പ്രത്യേകതകൾ. അതിനൊക്കെ നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ, നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായി ഓരോ നാടിനെയും ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചാൽ, നമ്മൾ ഇന്ന് നേരിടുന്ന തൊഴിലില്ലായ്മ ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിന് കൃത്യമായി ഓരോ ഗ്രാമവും ഓരോ നാടും എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടാൽറോപ്പ് 2030 കേരളത്തിൽ അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആരംഭിച്ച സിലിക്കൺ വാലി പോലെ അതുപോലൊരു എക്കോസിസ്റ്റം, ഒരു ടെക്നോളജിയുടെയും ഓണ്ടർപ്രണർഷിപ്പിൻ്റെയും ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കി നമ്മുടെ നാടിനെ മാറ്റുക, കേരളത്തെ മാറ്റുക. ഈ ഒരു ആശയത്തോടു കൂടിയാണ് 2015 മുതൽ ടാൽറോപ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ടാൽറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആശയം കൃത്യമായി ഓരോ നാടുകളിലേക്ക് എത്തണം. അപ്പോൾ നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലേക്കും ടാൽറോപ്പിൻ്റെ ഈ ആശയം എത്തണം. ഇതിനാണ് സത്യത്തിൽ ടാൽറോപ്പിൻ്റെ ഓരോ ഹബ്ബുകളും ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ പഞ്ചായത്തുകളിലും ടാൽറോപ്പിൻ്റെ ഹബ്ബുകൾ വരുമ്പോൾ ആ ഹബ്ബിലൂടെ അവിടുത്തെ ഓരോ വാർഡുകളിലേക്കും ഇറങ്ങിച്ചെന്നും അവിടുത്തെ ഓരോ വീടുകളുടെയും സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി, അവിടുത്തെ മാൻ പവർ, അവിടുത്തെ ടാലൻസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി, അവിടുത്തെ സാധ്യതകൾ മനസ്സിലാക്കി നമുക്ക് പരമാവധി സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും തുടങ്ങാൻ സാധിക്കും. നമുക്കെപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ എക്കോണമി ബൂം ചെയ്യണമെങ്കിൽ, സൂപ്പർബ് ആകണമെങ്കിൽ, തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടണമെങ്കിൽ നമുക്ക് അത്രമേൽ ബിസിനസ്സുകൾ ഇവിടെ ഉണ്ടാകണം. പുതിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണം. കാലഘട്ടത്തിന് അനുയോജ്യമായ പുതിയ ബിസിനസ് സംവിധാനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും കൃത്യമായൊരു മാർക്കറ്റ് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ട മാൻ പവർ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഇത് ഓരോ ഗ്രാമങ്ങളിലൂടെയും സാധ്യമാണ്. ഈ ഗ്രാമങ്ങളിലേക്ക് ഈ ടെക്നോളജി നമുക്ക് എത്തിക്കാൻ കഴിയണം, നമ്മുടെ ആശയങ്ങൾ എത്തിക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ടാൽറോപ്പ് ഒരു ടച്ച് പോയിന്റ് പോലെ ഒരു കമ്മ്യൂണിറ്റി ഹബ്ബായി, ഒരു റിസർച്ച് ഹബ്ബായി, ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് ആക്സിലറേഷൻ ഹബ്ബായി, ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഹബ്ബായി, ഒരു ടെക്നോളജി ഹബ്ബായി ടാൽറോപ്പിൻ്റെ ഓരോ ഹബ്ബുകളും ഗ്രാമങ്ങളിലേക്ക് വരുന്നത്. ഓരോ പ്രദേശങ്ങൾക്കും അനുയോജ്യമായ തരത്തിലുള്ള ബിസിനസ്സുകളും സംരംഭങ്ങൾക്കുമുള്ള എക്കോസിസ്റ്റമാണ് ടാൽറോപ്പ് നിർമ്മിച്ചെടുക്കുന്നത്. വൻകിട ഫാക്ടറികൾ, വ്യവസായശാലകൾ ഉൾപ്പെടെ വലിയ വ്യവസായ ലോകം സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമല്ല കേരളത്തിലുള്ളത്. മറ്റു പല സംസ്ഥാനങ്ങളിലേതുപോലെ ഹെക്ടർ കണക്കിന് തരിശുഭൂമി ഒരിടത്ത് ഇവിടെ ലഭ്യമല്ല എന്നതുൾപ്പെടെയുള്ള അനവധി ഘടകങ്ങളാണ് ഇതിന് കാരണം. എന്നാൽ ആഗോള നിലവാരത്തിലുള്ള IT പ്രോജക്റ്റുകൾക്ക് എന്തുകൊണ്ടും അനുകൂല ഘടകമാണ് കേരളത്തിലുള്ളത്. ഗ്രാമങ്ങളിൽ പോലും അതിവേഗ ഇന്റർനെറ്റ് ഫെസിലിറ്റി, സാക്ഷരരായ ജനത, ടാലന്റ്, മാൻപവർ തുടങ്ങിയവ അതിൽ പ്രധാനമാണ്. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൂടെയും വാണിജ്യ തുറമുഖങ്ങളിലൂടെയും ടെലികമ്മ്യൂണിക്കേഷനും ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കുന്ന ഗ്ലോബൽ കണക്ടിവിറ്റി മികച്ച ബിസിനസ് എക്സ്പാൻഷനുള്ള വലിയ സാധ്യതകൾ തുറന്നിടുന്നു. അതുപോലെ കേരളത്തിന്റെ ടൂറിസം പൊട്ടൻഷ്യൽ ഉൾപ്പെടെയുള്ള മറ്റ് നിരവധി ഘടകങ്ങൾ, ടൂറിസം, ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ തുടങ്ങിയ സെക്ടറുകൾ IT പ്രോജക്റ്റുകൾക്ക് വലിയ സാധ്യതയാണ് കേരളത്തിലുള്ളത്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മാൻ പവർ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും മാൻ പവർ നോക്കിയാൽ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാൻ പവറാണ്. ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയാണ് എല്ലാ ഗ്രാമങ്ങളിലും നമുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയാൽ ഓരോ രാജ്യങ്ങളിലും, ഇപ്പോൾ 193ഓളം രാജ്യങ്ങളിൽ, ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും നമ്മുടെ പ്രസൻസ് ഉണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ജോബ് അന്വേഷിച്ച് നിൽക്കുന്നവരും ജോബ് ചെയ്യുന്നവരുമുണ്ട്. അതോടൊപ്പം തന്നെ ഓണ്ടർപ്രണേഴ്സ്, സംരംഭകരുണ്ട്, അവിടെ റെസിഡൻസ് ആയിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഇവരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രോജക്ട്സുകൾ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ ഗ്രാമങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രോജക്ട്സ് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ IT ഓറിയൻറ്റഡ് ഒരു സൊസൈറ്റിയാണ് നമ്മൾ. കാര്യം ടെക്നോ പാർക്കുകളും ഇൻഫോ പാർക്കുകളും സൈബർ പാർക്കുകളും സ്റ്റാർട്ടപ്പ് ഹബ്ബുകളൊക്കെ നമുക്ക് വളരെ ഫെമിലിയറാണ്. IT വളരെ ചെറുതിലേ കുട്ടികൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ ഈ ലോകത്തുള്ള 193 രാജ്യങ്ങളിൽ നിന്നും സർവീസ് നമ്മുടെ നാടുകളിലേക്ക്, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാനും പുതിയ മാൻ പവറിന്
പുതിയ കാലഘട്ടത്തിൻ്റെ ജോബിനനുസരിച്ച് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഐ ടിയിലുള്ള സാധ്യതകളെ ആ ഒരു വലിയൊരു എക്കോസിസ്റ്റം, ഒരു ഐ ടി എക്കോസിസ്റ്റം രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലില്ലായ്മയുടെ ഒരു പരിധി വരെ പരിഹരിക്കാൻ ഐ ടി കൊണ്ട് മാത്രം നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഐ ടി എക്കോസിസ്റ്റം കേരളത്തിൽ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ടാൽറോപ്പ് ഓരോ ഗ്രാമങ്ങളിലും ഇങ്ങനെ ഐ ടി ഹബ്ബുകൾ ഒരുക്കുന്നത്, ടെക്നോളജി ഹബ്ബുകൾ ഒരുക്കുന്നത്. അപ്പോൾ മാൻ പവർ ഡെവലപ്പ് ചെയ്യുക, ഐ ടി എക്കോസിസ്റ്റത്തിൽ മാൻ പവർ ഡെവലപ്പ് ചെയ്യുക, ഐ ടി എക്കോസിസ്റ്റത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ലഭ്യമാക്കുക, അതോടൊപ്പം കാലഘട്ടത്തിൽ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജി താഴെ തട്ടിലേക്ക് ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക. ഈ പർപ്പസാണ് സത്യത്തിൽ ഹബ്ബിലൂടെ ടാൽറോപ്പിന് സാധ്യമാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗ്രാമങ്ങളിലെ ഹബ്ബ് വരുന്നതോടുകൂടി ഈ ഐ ടി സാധ്യതകളെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുവരാനും ഗ്രാമങ്ങളിലെ മാൻ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലേക്കുള്ള ഐ ടിയുടെ സാധ്യതകൾ നല്ലൊരു ഐ ടി എക്കോസിസ്റ്റത്തിലൂടെ ഗ്രാബ് ചെയ്യാനും നമ്മുടെ നാട്ടിലൊരു വലിയ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനും ടാൽറോപ്പിന് സാധിക്കുന്നതും ഈ ഹബ്ബുകളിലൂടെയാണ്. കേരളത്തിലെ ഇത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കണക്റ്റിംഗ് കേരള എന്ന മിഷനിലൂടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഐ ടി സർവീസുകൾ കേരളത്തിലേക്ക് എത്തുന്നത്. ഇത് കേരളത്തിലെ ഗ്രാമങ്ങളിലടക്കം ഐ ടി വിപ്ലവം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ERP ഡെവലപ്മെന്റ് തുടങ്ങി നിലവിൽ ചെയ്തു വരുന്ന ഐ ടി സർവീസുകളെ നൂതന ടെക്നോളജിയുമായി സംയോജിപ്പിക്കുന്നതിനോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, മെറ്റാവേഴ്സ്, IR, VR, ബ്ലോക്ക് ചെയിൻ, ഡാറ്റാ സയൻസ്, IoT തുടങ്ങിയ പുതിയ കാലഘട്ടത്തിന്റെ ഐ ടി സർവീസുകൾ ഓരോ ഹബ്ബുകളിലേക്കും എത്തും. ഇതിലൂടെ അതാത് ഗ്രാമങ്ങളിൽ തന്നെ ഉയർന്ന വേതനം ലഭിക്കുന്ന അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്നു. മാത്രമല്ല, റിയൽ എഞ്ചിനീയർമാർക്കൊപ്പം വരുന്ന ഏറ്റവും ഇന്നോവേറ്റീവായ ഐഡിയ പഠിക്കാൻ സ്വന്തം നാട്ടിൽ തന്നെ അവസരവും ലഭിക്കും. ടെക് ഡ്രിവൺ വേൾഡിലേക്ക് സജ്ജരാകുന്നതിനും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ടെക്നോളജിയിൽ മികച്ച ഫൗണ്ടേഷൻ ഒരുക്കുന്നതിനും ഹബ്ബുകളിലൂടെ കഴിയുന്നു. ഐ ടി ജോബുകൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർക്ക് അതേ ജോലി സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ചെയ്യുന്നതിനുള്ള അവസരം ഇതിലൂടെ ഒരുങ്ങുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു സ്വപ്നമല്ല എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഒരു ഐ ടി ഹബ്ബ് നിലവിൽ വരുന്നതോടെ വളരെ വലിയ സാധ്യതകളാണ് ഓരോ പ്രദേശത്തും നിലവിൽ വരുന്നത്. ഓരോ നാടിന്റെയും ഇന്നവേറ്റീവ് മുഖമായി മാറും ഓരോ ഹബ്ബുകളും. ഹബ്ബുകൾ ആരംഭിക്കുന്നതിനുള്ള ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാൽറോപ്പ് ഹബ്ബുകളെ കുറിച്ച് കൂടുതൽ അറിയാനും തങ്ങളുടെ പ്രോപ്പർട്ടി ടാൽറോപ്പ് ഹബ്ബായി മാറ്റി മികച്ച വരുമാനം നേടുന്നതിനും ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടാം. സ്കൂൾ പഠനകാലത്ത് തന്നെ ലോകത്തിലെ ഇന്നോവേറ്റീവ് ഐഡിയകളെക്കുറിച്ചും ടെക്നോളജികളെക്കുറിച്ചും അറിഞ്ഞും പഠിച്ചും വളരാൻ അവസരം കിട്ടിയ കുട്ടികളാണിവർ. നാളത്തെ ക്രിയേറ്റർമാർ. കേരളത്തിലുടനീളം 1064 ഹബ്ബുകളിൽ നിന്നാണ് ഇത്തരം ക്രിയേറ്റേഴ്സ് നാളെ പുറത്തു വരാൻ പോകുന്നത്. അതോടെ സിലിക്കൺ വാലി പോലെ ഗൂഗിളും മെറ്റയും ആപ്പിളും ഒക്കെ വിളവെടുക്കുന്ന ഒരു താഴ്വരയായി നമ്മുടെ കൊച്ചു കേരളവും മാറും. ടാൽറോപ്പ് അതിന് നിമിത്തമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.